പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് രാവിലെ മലപ്പുറം വേങ്ങരയിലുണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യം നമുക്കൊന്ന് കാണാം. ഒന്ന് കാണുക. മലപ്പുറം വേങ്ങരയിൽ ഇന്ന് രാവിലെ 7:30 കൂടി ഉണ്ടായ അപകടമാണ്. റോഡിലെ കുഴിയിൽ വീണിട്ട് ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ടയർ പൊട്ടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ടയർ പൊട്ടിയപ്പോഴത്തേന് നിയന്ത്രണം പോയി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോയിൽ ഡ്രൈവർ അടക്കം വേറൊരു യാത്രക്കാരനുണ്ടായിരുന്നു. 2 പേർക്കും ഗുരുതര പരിക്കാണ്. നിങ്ങൾ കണ്ടല്ലോ അപകട ദൃശ്യങ്ങൾ. നമ്മുടെ നിരത്തുകളിലൊക്കെ എന്തുമാത്രം ജീവനുകൾ ഇതുപോലെ പൊലിയുന്നുണ്ടെന്നറിയോ? ഒരു ചെറിയ കുഴിയായിരിക്കും ഒരു മരണത്തിന് തന്നെ കാരണമാകുന്നത്. ഈ അടുത്ത കാലത്തെങ്ങും PWD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നവര് ഒരു റോഡ് പോലും ശരിയാക്കുന്നത് ഈ അടുത്ത കാലത്തെങ്ങും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. നമ്മുടെയൊക്കെ റോഡുകളിലൊക്കെ ധാരാളം കുഴികൾ, ഒരു വിധത്തിലും വാഹനമായിട്ട് സഞ്ചരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചെറുവാഹനങ്ങളാണ്. കാരണം ഓട്ടോറിക്ഷ, അതുപോലെ 2 വീലർ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. കാറെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴിക്കകത്ത് ചാടി അവരെങ്ങനെയും പോകുന്നു. പക്ഷെ ഇപ്പം കണ്ടോ ഓട്ടോറിക്ഷക്കാരന്റെ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി. ഇതിനൊക്കെ ആരാ സമാധാനം പറയുന്നത്? കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ വീടിന്റെ സമീപത്ത് ഒരാൾ ഇതുപോലെ നാഷണൽ ഹൈവേ കൂടെ നമ്മുടെ മണർകാട് വഴി പോയതാ. ഒരു കുഴിക്കകത്ത് ചാടി തൊട്ടടുത്ത പറമ്പിലേക്കാണ് മറിഞ്ഞത്. അപ്പൊ അത് ഒരു മാസത്തിന് മുകളിലായി ആ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഏറെക്കുറെ 19,000 രൂപ അടുത്തായി ആ വണ്ടി എല്ലാം കൂടെ പണിതിറങ്ങിയപ്പോഴത്തേന് ആ കുടുംബത്തിന്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. അതുപോലെ ഈ നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഭയങ്കര പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ റോഡിൽ ഈ രാത്രി സമയത്തൊക്കെ ചില വാഹനങ്ങളുടെ വെട്ടം കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേത് നമ്മുടെ ഒരു ഈ ഹാലജൻ ബൾബിന്റെ ഒക്കെ വെട്ടത്തിലേക്ക് നോക്കുന്നത് പറഞ്ഞ പോലെ അത്രയ്ക്ക് അവരാണ് ഇടയ്ക്കൊന്നും 1-2 ഇങ്ങനെ ഫ്ലാഷ് പോലെ അടിച്ച് അതൊന്നും പിടിക്കാനോ അതൊന്നും കാണാനോ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരുമില്ല. ഈ ചെറുവാഹനങ്ങളുടെ ഒന്ന് നമ്മൾ സ്കൂട്ടറൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ണിലോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയത്തിന് നമുക്ക് ഇത് എവിടെ നിൽക്കുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത പോലെ ആകുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനോ അതിനൊന്നും ഇവിടെ ആരും ഉദ്യോഗസ്ഥര കാര്യങ്ങൾ ഒന്നുമില്ല. കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ PWD ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? അവരെന്ത് ചെയ്തിട്ടാ ഈ നാട്ടില്? നോക്കി ഒറ്റ ഏതെങ്കിലും പുതുപ്പള്ളിയെ സംബന്ധിച്ച്, പുതുപ്പള്ളി തന്നെയല്ല, പുതുപ്പള്ളിയിലെ ഒരു വഴി പോലും സഞ്ചാരയോഗ്യമല്ല. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെയുള്ളത്. ഇപ്പം മലപ്പുറത്തുണ്ടായ അപകടമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?